സായിബാബയുടെ പള്ളയിൽ 130 ഭാരമുള്ള കിഡ്നി ഉണ്ടായിരുന്നു. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി. എല്ലാവർക്കും 130 ഗ്രാം ഉണ്ടാകുക. ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ചിലർക്ക് ഉണ്ടായേക്കാം. ഇന്നും മോഡേൺ സയൻസ് പറയുന്നു 1000 വർഷം അരിക്കാനുള്ള കപ്പാസിറ്റിയാണ് അത്രേ കിഡ്നിയുടെ അരിപ്പക്ക്. സായിബാബയുടെ കിഡ്നി നശിച്ചു പോയിരുന്നു പൂർണ്ണമായിട്ട്. ശ്വാസകോശം പൂർണ്ണമായിട്ട് നശിച്ചുപോയിരുന്നു. ബോധരഹിതനായ അദ്ദേഹം വീണു. ഇത് ദൈവത്തിന് പാടില്ലാത്തതാണ്. ദൈവമാണോ? കിഡ്നി വീക്കാവൂല. മനുഷ്യരാലോചിച്ചു, നമ്മളാലോചിച്ചോക്കെ. മാതാമൃതാനന്ദ മയക്കി കാഷ്ടിക്കണ്ടേ, മൂത്രയിക്കണ്ടേ, പ്രഷറില്ലേ, ഷുഗറില്ലേ, ഹാർട്ടില്ലേ, മിടിപ്പില്ലേ? ഇത് നിൽക്കുന്നതും കുറയുന്നതും കൂടുന്നതും അവസ്ഥല്ലേ? ഉറക്കം വരില്ലേ? എങ്കിൽ അവർ ദൈവമല്ല, ദൈവത്തിന്റെ അടിമ മാത്രമാണ്. എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള പച്ച മനുഷ്യൻ. മനസ്സിലായോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചു. ഏറ് കിട്ടിയപ്പോ തൊലി പൊട്ടി, ചോരയൊലിച്ചു, പനി വന്നു, വയറുവേദന വന്നു, വിഷം പള്ളയിലെത്തി. പച്ചയായ മനുഷ്യൻ. മനുഷ്യന്മാരെ ആരാധിക്കരുത്, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തെ. ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. ഇസ്ലാം ലോകത്തോട് പറയുന്നത് കല്ലിനെ ആരാധിക്കാനല്ല, മരത്തെ ആരാധിക്കാനല്ല, കബറ് കെട്ടി ഉയർത്തി അതിലെ കബറാളിയെ വിളിച്ച് പ്രാർത്ഥിച്ച് സായുജ്യമടയാനല്ല. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനുണ്ടോ? ഉണ്ടെങ്കിൽ ആ സർവശക്തനെ. ഋഗ്വേദം 10 മണ്ഡലമാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലം. 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയാണ്, ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമോ ദേമായ കശ്മൈ ദേവായ അഭിഷാവിദേമാം. അതായത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആ സർവശക്തനുണ്ട്. ഭൂമിയെയും സ്വർഗത്തെയും അവൻ അതത് സ്ഥാനത്ത് സ്ഥാപിച്ചു. അപ്പൊ സ്വർഗണ്ട്, ഭൂമിയെ അവനാണ് സൃഷ്ടിച്ചത്. സകല ചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. തീർന്നില്ല. സർവചരാചരങ്ങളും അവന്റെ കൽപ്പനയനുസരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നീ അവന് മാത്രമായി ഹവിസർപ്പിക്കുക. ആരാധന ആ ദൈവത്തിന് മാത്രം സമർപ്പിക്കുക. പശുവിനെ ആരാധിക്കരുത്, പാമ്പിനെ ആരാധിക്കരുത്, ദേവിയെ ആരാധിക്കരുത്, ദേവനെ ആരാധിക്കരുത് എന്ന് ഋഗ്വേദം. ആ ഋഗ്വേദ പ്രകാരം ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെ കാണിക്ക്. ഓരോരുത്തനെ ഇല്ല. ഒരു ചിദാനന്ദപുരിയും ഇല്ല, ഒരു ലാൽ കൃഷ്ണ അദ്വാനിയും ഇല്ല, ഒരു വിനയ് കത്യാറും ഇല്ല, ഒരു അശോക സിംഗാളും ഇല്ല. ഇതാണ് സത്യം. പഠിച്ചോളൂ. നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ പഠിച്ചു നോക്കേ. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താ? പട്ടാമ്പി നേർച്ച നടത്തുന്നു, കൊണ്ടോട്ടിയിലെ നേർച്ച നടത്തുന്നു, ഭീമാമുച്ചയുടെ നേർച്ച കഴിഞ്ഞ ആഴ്ച നടന്നു, പുളിങ്ങോ മക്കാമലത്തെ അവിടെ ബോർഡത. ഇത് മതമല്ല, ഇതൊക്കെ ബിസിനസ്സാണ്. മതം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മനസ്സിന്റെ ശുദ്ധതയാണ്. ലോകത്തിന്റെ സിട്ടാവിനെ. ഇനി വേറൊരു വാചകം കേട്ടോളൂ. ഷമ്മ ഇസ്രായേല, ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലാണ്. ഷമ്മ ഇസ്രായേല, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം ഏകനാണ്. അവനെ ഏകനായി അറിയുക. അഥർവവേദം 13ാം അധ്യായം, അഥർവവേദം 13ാം അധ്യായം 5ാം പർവം 21, 22 വാചകം. അതിലെന്താണ്? ദൈവം എന്നും ഏകനാണ്, അവൻ രണ്ടില്ല. രണ്ടില്ലെന്ന് അറിയുക. നിന്റെ ദൈവം എന്നും ഏകനാണ്. അതുകൊണ്ടാണല്ലോ മഹാനിർവഹണ സ്തോത്രത്തിൽ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രകൃത്രേ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ദൈവത്തെ ഏകൻ എന്ന് പറഞ്ഞ്. എന്താ ഇതിനർത്ഥം? ഏകനായ സാക്ഷാൽ ദൈവമേ, എന്റെ ആരാധന മുഴുവനും നിനക്ക, അല്ലാതെ സുബ്രഹ്മണ്യ സ്വാമിക്കല്ല, ശബരിമല ശാസ്താവിനല്ല, അയ്യപ്പനല്ല, പിഷാരിക്കാവിലമ്മക്കല്ല, ഭഗവതിയമ്മക്കല്ല, വള്ളിക്കാവിലമ്മക്കല്ല. പിന്നെ ആർക്കാ? ലോകത്തിന്റെ ജഗതീശ്വര നിനക്കാണ്. എത്ര വ്യക്തമാണ് സഹോദര.
ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയാം. എന്നാലും അത്യാവശ്യം ചിന്തിക്കുന്നവർ പറയും, എടാ ചിന്തിക്കാൻ മാത്രം ഉണ്ടല്ലേ, എന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടിട്ട് നാളെ ഭഗവതി ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ പിന്നെ നിങ്ങൾ കേൾക്കണ്ട, വീട്ടു പോയിക്കോളി. ഇതൊക്കെ കേട്ടിട്ടും പുളിങ്ങോ മക്കാമിലേക്ക് പിന്നെയും പോവാണെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, പോയിക്കോളി. കേട്ടാ നന്നാവണം, അല്ലെ പിന്നെ കാര്യമില്ല. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കാനാ പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് KNM-ന്റെ പള്ളി കുത്തിരിക്കണേ, അവിടെ വന്നോളി ആരാധിച്ചോളൂന്നല്ല. ആകാശഭൂമികൾക്കൊരു നാഥനുണ്ട്, ആ നാഥനെ ആരാധിക്ക്. കൃമികീടങ്ങളെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, ആരാധിക്ക്. അങ്ങനെയല്ലേ? ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 62-ാമത്തെ വചനം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. നോക്കേ, എത്ര ക്ലിയറാണ്. അവ്യക്തം വ്യക്തിമാപന്യം മാന്യന്തേ മാമബുദ്ധയാ പരംഭാവമജാനന്ദോ മഭൂത മഹേശ്വരം അവിജാനന്തി മാമൂഢമാനുഷീ തനുമാശ്രിതം പരംഭാവമജാനന്ദോ. ശ്രീമദ് ഭഗവത്ഗീത രാജഗുഹയോഗം 9-ാം അധ്യായം. ഏകദൈവത്തെ കുറിച്ചാ പറയും. ഏകന ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം സാക്ഷാൽ ഈശ്വരൻ. ഒന്നുകൂടെ ക്ലിയറായി പറയാം. അതെ, 714 കോടി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ഈ 714 കോടി മനുഷ്യരെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അവർക്ക് വേണ്ടി വായും വെള്ളവും ഭക്ഷണവും ഒരുക്കുകയും അവർക്ക് വേണ്ടി ഭൂമിയെ ഹരിതാപമാക്കുകയും അവർക്ക് വേണ്ടി ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ച ചിത്രപട കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ആ നിലയ്ക്ക് ഈ ഭൂമിയൊക്കെ സംവിധാനിച്ചവനില്ലേ, ആ സംവിധായകനാണ് നമ്മുടെയൊക്കെ ദൈവം. ആ ദൈവത്തെയാണ് വിളിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 114-ാം അധ്യായം അവിടെ പറയുന്നതറിയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, പറയുക ജനങ്ങളുടെ പരിപാലക. നോക്കേ, സകല ജനങ്ങളുടെയും പരിപാലക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നേരത്തെ പറഞ്ഞ വാചകം എന്താ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്തായതിനർത്ഥം? അതായത് ഭക്തനായ ഭാസ്കരന്റെ വാക്കാണത്. എന്താ വാക്ക്? ഏകനായ സാക്ഷാൽ ദൈവമേ, ഞാൻ നിന്നോട് മാത്രാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്. കാരണം നീ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, നീ ഒരു ഗുരുവായൂരിലെ അപ്പനല്ല, നീ പിശാരിക്കാവിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന അമ്മയല്ല. പിന്നെ നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിനെ സൃഷ്ടിച്ച അണ്ടകടാഹത്തിന്റെ ദീദീവികനാണ് നീ, വിരാട് പുരുഷനാണ് നീ. മനസ്സിലായോ? എത്ര ക്ലിയറാണ്. ഇതൊക്കെ കേട്ടിട്ടൊന്ന് പോയിട്ടേ കിടന്നുറങ്ങി ഗുരുവായൂരപ്പ കാക്കണേന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ. ഇതൊക്കെ കേട്ട് ഇവിടുന്ന് എന്നിട്ട് മൈദീശേന്ന് കാല് വെച്ച് കുത്തുമ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ കഥ. ഇതെല്ലാം കേട്ട് ഇവിടുന്ന് പോയിട്ട് യേശുക്രിസ്തുയെ കാക്കണേന്ന് കുരിശു വരച്ച കഴിഞ്ഞു കഥ. പിന്നെ നിങ്ങൾക്ക് മോക്ഷമില്ല, പിന്നെ നിങ്ങൾക്ക് മോക്ഷമില്ല. മോക്ഷം ഉണ്ടാവണോ? സൂര്യചന്ദ്രനെ സൃഷ്ടിച്ച ദൈവത്തോട് പറ. അല്ലേ? ദൈവത്വം നിങ്ങൾ നോക്കണേ. ഇപ്പൊ നമ്മള് രൂപം വെച്ച് ബിംബം വെച്ച് നമ്മൾ ആരാധിക്കും. കബറിന്റെ അടുത്ത് എന്ന് കെട്ടിപ്പൊന്തിച്ച് നമ്മൾ ആരാധിക്കും. ഉള്ളാളെ നിങ്ങളുടെ കബർ കെട്ടിപ്പൊന്തിച്ച് അവിടെ ആരാധന നടത്തുന്നു. അങ്ങനെ ഓരോന്നും ഇവിടെയൊക്കെയാണ് നമുക്ക് ചിലത് ആലോചിക്കാൻ. നമ്മൾ ഒന്നേ ചിന്തയോ, വിഗ്രഹം, ദൈവത്തെ നമ്മൾ ആരും കണ്ടിരുന്നോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വിഗ്രഹം ഉണ്ടാക്കാൻ കഴിഞ്ഞു? നിങ്ങൾക്കറിയാം, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി 16 ദൂഷ്യാണ് ബിംബാരാധനക്ക് പറഞ്ഞ്. 16 ദൂഷ്യം. ലൈറ്റ് ഓഫ് ട്രൂത്ത് 12,
13, 32, 515 പേജുകളിൽ സ്വാമി ദയാനന്ദ സരസ്വതി പറയാൻ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു ചോദ്യം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം, 275 പേജ്. വേദങ്ങളിൽ അനേക ഈശ്വരന്മാരെ പറ്റി പറയുന്നുണ്ടല്ലോ. വേദങ്ങളിൽ അനേക ഈശ്വരന്മാർ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞെന്തറിയോ? വിശ്വസിക്കുന്നില്ല. വേദത്തിൽ ഒരിടത്തും അനേക ഈശ്വരന്മാരില്ല, ഏകനായ ദൈവമല്ലാതെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു അസ്സമദ്. പറയുക പ്രവാചക, അല്ല ഏകനാണ്, അവൻ പരാശ്രയമുക്തനാണ്, ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. യേശുക്രിസ്തു കന്യാമറിയമിന്റെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. ശ്രീകൃഷ്ണൻ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ ആമിനയുടെയും ഹലീമയുടെയും മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. ലേ ദമയന്തിയുടെ 11 മക്കളിൽ സുധാമണി അമ്മയുടെ മാറിടത്തിൽ കിടന്ന് പാല് കുടിച്ചു. സായിബാബ അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. രവിശങ്കർ അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. സി മക്കാമിലെ അബൂബക്കർ വലിയ അമ്മയുടെ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. ആശ്രയിക്കേണ്ടി വന്നു. ദൈവത്തിനാരുടെയും ആശ്രയമില്ല, ദൈവത്തിനാരുടെയും ആശ്രയമില്ല. ആശ്രയമില്ലാത്തവനാണ് ദൈവം. ഈ മന്ദമാരുതനെ, ഈ ഇളങ്കാറ്റിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ എവിടെങ്കിലും കല്ലിനെ ആരാധിക്കാൻ ഒരു വാചകമുണ്ടോ? ഇല്ല, ഇല്ല. ഔലിയാക്കളെ ആരാധിക്കാൻ ഒരു വാചകമുണ്ടോ? ഇല്ല. അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു വാചകമുണ്ടോ? ഇല്ല. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ പരിപാലകൻ, ഭൂമിയുടെ പരിപാലകൻ, ലോകത്തിന്റെ പരിപാലകൻ, സാഗരങ്ങളുടെ പരിപാലകൻ, കാനനങ്ങളുടെ പരിപാലകൻ, ഗോളങ്ങളുടെ പരിപാലകൻ, ലോകത്തിന്റെ പരിപാലകൻ, ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ, സർവാധിപതി. യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ. കേനോപനിഷത്ത് പ്രഥമവല്ലി 6-7 ശ്ലോകങ്ങൾ. എന്താ? ബിംബത്തെ ആരാധിക്കരുത് എന്നാ പറഞ്ഞ് നേർക്ക് നേരെ. ബിംബത്തിന്റെ മുമ്പിൽ വന്ന് ആരാധിക്കുന്നതൊന്നും സാക്ഷാൽ ദൈവമല്ല. ഖുർആൻ പറയുന്നു. ഖുർആൻ പറയുന്നതോ, ഇപ്പൊ മോസസ് പ്രവാചകൻ റാംസസ് 2 കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ ചെന്നു. മൂസാ നബി അലൈഹിസ്സലാം എന്നിട്ട് ദൈവത്തിലേക്ക് ക്ഷണിച്ചു. അപ്പൊ ഫിറൗൻ ചോദിക്കുകയാണ്, ആരായി ഫമാ റബ്ബുൽ ആലമീൻ, ആരാണ് ഈ ലോകപരിപാലകൻ? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ, നിങ്ങൾ പറയണ ദൈവാരാ? അതിന് മൂസാ നബി നൽകിയ മറുപടി ഞാൻ പറയുന്നത്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. 7 ആകാശങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, 7 ആകാശങ്ങളെ ആരാണോ പരിപാലിക്കുന്നത്, 7 ഭൂമിയെ ആരാണോ സൃഷ്ടിച്ചത്, 7 ഭൂമിയെ ആരാണോ പരിപാലിക്കുന്നത്, 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും ഇടയിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ, സൃഷ്ടികളുണ്ടോ, അതിനെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചനാഥൻ, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇനി ഞാൻ 3 ചോദ്യം ചോദിക്കുന്നു. ശശികല ടീച്ചർക്കോ, ചിദാനന്ദപുരിക്കോ, പ്രേമാനന്ദ സ്വാമികൾക്കോ, സുഹൃദാനന്ദ സ്വാമികൾക്കോ ഈ വേദിയിൽ വന്ന് പറയാൻ കഴിയോ 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും അതിനിടയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തോട് മാത്രമേ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഒരു പള്ളിയിലച്ഛന് കഴിയോ? ഒരു മുസ്ലിയാർക്ക് കഴിയോ? ഇല്ല. അവിടെയാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്ന എങ്ങോട്ടാ? ഏറ്റവും വലിയ ഐക്യത്തിലേക്ക്, ഏറ്റവും വലിയ നന്മയിലേക്ക്, ഏറ്റവും ഉന്നതമായ ഒരു ആശയത്തിലേക്ക്. മനുഷ്യരെ,
ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഒരു തറവാട്ടുകാരാണ്, ഒറ്റ ദൈവമാണ്, നമുക്ക് അരുതേ, മോക്ഷം നേടണേ. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ജീവിതത്തിൽ നമ്മൾ ഞാനൊരു വാർത്ത പറയാം. 2005 നവംബർ 25 മാതൃഭൂമി ദിനപത്രം പേജ് 2 മേലെയുള്ള ഒരു പെട്ടിക്കോളത്തിലെ വാർത്ത. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിൽ ജസീറ എന്ന പെൺകുട്ടിക്ക് ബഷീർ എന്ന മുസ്ലിം പിതാവ് ഇരട്ട തുലാഭാരം നടത്തി. അത് പാടുണ്ടോ ഇല്ലേ? ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വടക്കാഞ്ചേരിയിലെ അഹമ്മദാജി തുലാഭാരം നടത്തി. ഗുരുവായൂർ ഭക്തൻ തുലാഭാരം നടത്തി. വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞപ്പോ ഗുരുവായൂരപ്പാ കാക്കണേ എന്ന് പറയുന്നു. പാടുണ്ടോ ഇല്ലേ? പാടില്ല. പിന്നെ ആരോട് പറയണം? ലോകത്തിന്റെ രക്ഷിതാവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയണം. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ എന്താ പറയണേ? മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയണമെന്ന് പറയാനാണെ പറയാം, പോടാ പുല്ലേ, ഞങ്ങളെ ഇതിന് കിട്ടൂല. മറിച്ച് പറയണെന്തറിയോ? ഭാസ്കര, സുരേന്ദ്ര, ജോർജേ, എന്റെയും നിന്റെയും ദൈവത്തെ വിളിക്കണേടാ എന്നാ പറയണത്. എതിർക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? സൂര്യനെയും ചന്ദ്രനെയും ചൂണ്ടിക്കാണിച്ചിട്ടാ പറയണത്. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. രാവ് പകല് അത് കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ശ്രീകണ്ഠൻ ജനിച്ചത്. അപ്പൊ അത്രയും അർദ്ധരാത്രികൾ ആരാ നിയന്ത്രിച്ച? അതുവരെ അവനാണല്ല. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് രാവും പകലുണ്ടായി. യേശുക്ക് ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് രാവും പകലുണ്ടായി. ആരാ സുരേന്ദ്ര അതിനെ നിയന്ത്രിച്ചത്? അവനാണ് നമ്മുടെ സൃഷ്ടാവ്. മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ ഞങ്ങള് മുജാഹിദുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങള്, അതായത് ഞങ്ങളുടെ നേതൃത്വത്തിന് പറ്റിയൊരു തെറ്റ്. ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല അവരോട്. ഒരു പശ്ചാത്തപിച്ച് മരിച്ചാൽ നന്ന്, ഇല്ലേ കട്ടപ്പുകയ കാര്യം. KNM നേതാക്കന്മാര് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പൊ KNM നേതാക്കന്മാർ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഞാനിവിടെ കുറെ വിഷയം അവതരിപ്പിച്ചു, അതിനോട് ഏഡ് ചെയ്തിട്ടാ പറയുന്നു. ഞങ്ങള്, അതായത് ഈ പരിപാടി വെച്ചവര്, മതം സുരക്ഷയാകുന്നു, മതം സമാധാനാകുന്നു എന്നാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രമേയം. നല്ല പ്രമേയമാണ്, പക്ഷെ നിങ്ങൾക്ക് പറ്റൂല മാത്രം, അത് വേറെ വിഷയം. പക്ഷേ മതം സുരക്ഷയാകുന്നു എന്ന് അവതരിപ്പിക്കുന്ന ഞങ്ങൾ അള്ള സൃഷ്ടിച്ച സൃഷ്ടികളായ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്നാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്, പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുന്നത്. പച്ച നുണ, നാം അനക്കിയ കളവേ പറയും. ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരാണ്. കടലിൽ മുങ്ങിയ ജിന്നിനെ വിളിക്കും, അതുപോലെ മരുഭൂമിപ്പെട്ട ജിന്നിനെ വിളിക്കും. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ വാദപരിവാദം നടത്തി. ഈ സംഘടനയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി. നുണ, കളവ്, പടച്ചവനെ പേടില്ലായ്മ, പരലോക ബോധമില്ലായ്മ. ഞങ്ങൾ പറയണ വ്യക്തി തൗഹീദ് ഓലെല്ലാവരും കൂടി ഓല ആയുസ്സിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. ഏത് KNM കുറെ പ്രഭാഷകന്മാരുണ്ട്. ഓലെല്ലാവരും കൂടി ഓല ആയുസ്സിനിടയിൽ ജീവിതത്തിൽ ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞ തൗഹീദ് ഒരു പറഞ്ഞിട്ടില്ല. അതാ സത്യം. ഞങ്ങൾ പറയണ എന്തറിയോ? ഒരു സൃഷ്ടിയുടെ മുമ്പിലും ഒരു കാരണവശാലും ആരാധന പാടില്ല എന്നാ. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ജിന്നിനെ വിളിക്കാം എന്നതായിരുന്നു ഇസ്ലാമിന്റെ വിധിയെങ്കിൽ അത് പറയാൻ ഒരു KNM ഞങ്ങൾ മടിക്കൂല. ഒരു KNM പറയും ഞങ്ങൾ ജിന്നിനെ വിളിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ വിശ്വാസമില്ല. കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല. വെറുതെ പറയാണ്, നുണ പറഞ്ഞാണ്. ഒന്നുമില്ല, പള്ളി വേണം, ഒരിക്കൽ ആധാരം വേണം, ഭൂമി വേണം, പല സ്ഥലത്തും
പാവപ്പെട്ടോലെ അധ്വാനിച്ച് 22 സെന്റൊക്കെ വാങ്ങിക്കൊടുത്തു. സാധുക്കള് ഓലൊക്കെ ചിന്നൂരിന്ന് വിളിച്ച് പുറത്താക്കി അതിന്റെ ആധാരവും കച്ചത്തെത്തും ഉളുപ്പില്ലാണ്ട് കിടന്നുറങ്ങുകയാണ്. മനസ്സിലായോ? മനുഷ്യനാണെ മാന്യത വേണം. അവനാണ് അധ്വാനിച്ചാണേ വേണ്ടിയില്ല. പാവപ്പെട്ടോലെ അധ്വാനിച്ച് റൈസ് ചെയ്ത് ഉണ്ടാക്കിയ നശത്തി ഞങ്ങൾ അങ്ങ് എടുക്കുകയും എങ്ങനെയുണ്ട്? പടച്ചോനെ കുറച്ചൊക്കെ നിങ്ങൾക്ക് പേടിക്കുക. നെഞ്ചത്ത് കൈവച്ചാ പോരാ, നെഞ്ചിലാ വെക്കണമെന്ന് ബോധം ഉണ്ടാവണം. അതില്ല, ഞാൻ വെറുതെ പറയല്ല. ഞങ്ങൾ ഒരു വിധത്ത് കൂടെ പഠിപ്പിച്ചിട്ടില്ല. എന്നാ പറ, ഒരു വിധത്ത് ചൂണ്ടിക്കാണിക്ക്. പ്രമാണത്തിലില്ലാത്ത ഒരു വിധത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നോട്ട പറയണം, കളവ് പറയണം. മനസ്സിലായോ? ഞങ്ങൾ ആരോട് വരണം? പറയുകയാണെ പറയാൻ നല്ല ധൈര്യമുള്ള ആളാ ഞങ്ങളൊക്കെ. എന്തൊക്കെ ഇവിടെ പറഞ്ഞു? അതിനൊക്കെ വലിയൊരു കാര്യം ജിന്നിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് പറയാൻ. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഒരു ദർഗയിൽ പോയി ശിർക്കിന്റെ പ്രവൃത്തി ചെയ്തു. അത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പുറത്താക്കി. പിന്നല്ലേ ഒരു ആശയം പറയാൻ മടിക്കുക ഞങ്ങള്. ജിന്നിനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് വിളിക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിലേ അത് പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളിവിടെ താടി നീട്ടേണ്ടതിന് പ്രാധാന്യം പഠിപ്പിച്ചവരാ ഞങ്ങള്. ഈ ഉമ്മത്തിനെ കൊണ്ട് സംഗീതം നിർത്തിച്ചവരാ ഞങ്ങള്. ഈ ഉമ്മത്തിന്റെ തുണി നരയോണിയുടെ മേലെ കേട്ടുപിടിപ്പിച്ചവരാ ഞങ്ങള്. പെണ്ണുങ്ങളെ മറയ്ക്കാൻ പഠിപ്പിച്ചവരാ ഞങ്ങള്. ജിന്നിനെ വിളിക്കൽ എന്നുള്ള രൂപം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ പേടിക്കുന്നില്ല. ഞങ്ങള് പഠിപ്പിച്ചേനെ. പക്ഷെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക. എന്തൊക്കെ ആരോപണം പറഞ്ഞാലും എന്തൊക്കെ വൃത്തികേടുകൾ ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഒരു മഹാപ്രബോധന സംരംഭം കോഴിക്കോട് കടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഈ മെയ് 11 അതോടൊപ്പം വളരെ പ്രധാനമായ ഒരു കാര്യം, ഇത് സംഘടിപ്പിക്കുന്നതിന്റെ സംഘാടകർ അവർക്ക് ചെറിയ സാമ്പത്തിക ബാധ്യതകൾ സംഘടിപ്പിക്കാൻ ഇതിന്റെ പോസ്റ്റർ ഇറക്കി, സ്റ്റേജ് കെട്ടി, മൈക്ക്, അതിനൊക്കെ ചെറിയൊരു ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയത്തിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഫണ്ട് നൽകണം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തേൻ. അപ്പൊ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, ദൈവത്തെ അള്ളാഹുവിനെ പടച്ചതമ്പുരാനെ ശരിക്കറിയാം. ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2-3 വചനങ്ങൾ പറയാം. ഒന്ന്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം നബിയെ. എന്തു പറയണം? ഞാൻ മനുഷ്യന്റെ ജീവനാഡിയേക്കാളും അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. 50-ാം അധ്യായം 16-ാമത്തെ വചനം. 2-ാം അധ്യായം 186-ാമത്തെ വചനം. ജീവനാഡിയേക്കാളും അടുത്ത ദൈവത്തോടാണ് കുട്ടികളെ തരണേ എന്ന് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ സാക്ഷാൽ അല്ലാഹനെ. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ പരിപാലകൻ, ലോകത്തിന്റെ പരിപാലകൻ നിങ്ങളോട് പറയും, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ലോകനാഥ ഞങ്ങളെ സഹായിക്കണേ. ലോകനാഥ ഞങ്ങൾക്ക് കുട്ടികളെ തരണേ. ലോകനാഥ എന്റെ കച്ചവടം നന്നാക്കി തരണേ. ലോകനാഥ എന്റെ ദാമ്പത്യം നന്നാക്കി തരണേ. അങ്ങനെ ലോകനാഥനോട്, ലോകത്തിന്റെ തമ്പുരാനോട്. അതാണ് ഒന്നാമതായി. രണ്ടാമതായി പറയാനുള്ളത്, ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ജീവിതത്തിലുടനീളം മാതൃക കാണിക്കുകയാണ്. എങ്ങനെയാ പല്ല് തേക്കേണ്ടത്, മീശയുടെ നീട്ട് എത്ര ഉണ്ടാവണം, താടി എത്രത്തോളം നീളണം, ഡ്രസ്സ് എത്ര നന്നായി അലക്കണം, അതുപോലെ ഭക്ഷണം ഏത് കൈ കൊണ്ട് കഴിക്കണം, ബാത്റൂമിലേക്ക് ഏത് കാല് വെച്ച് കയറണം, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് പുറത്തു വെക്കണം, ബാത്റൂമിൽ ചെരുപ്പ് ധരിക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മര്യാദ പാലിക്കണം, മൃഗങ്ങളെ പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, പെണ്ണിനോട് സ്ത്രീധനം വാങ്ങരുത്, പെണ്ണിന് മഹർ കൊടുക്കണം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഉണ്ണരുത്, അയൽവാസി നിന്നെക്കുറിച്ച് നിർഭയനായിരിക്കണം, അതുപോലെ സ്വത്തോഹരി വെക്കുമ്പോൾ മര്യാദ പാലിക്കണം, നിന്റെ സ്വത്തോഹരി വെക്കുമ്പോൾ അയൽവാസി അവിടെ സന്നിഹിതനായാൽ അതിൽ നിന്നൊരു ചെറിയ തോത് അവന് കൊടുക്കണം. എന്തൊക്കെ പഠിപ്പിച്ചു ഇസ്ലാം? അതുകൊണ്ട് അതൊക്കെ പഠിപ്പിച്ചത് പ്രവാചകനാണ്. ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. മദ്യമുക്തമായ ഒരു ലോകം, പലിശമുക്തമായ ഒരു ലോകം, വേശ്യാലയമുക്തമായ ഒരു ലോകം,
ലോട്ടറി മുക്തമായ ഒരു ലോകം, ഷീട്ടുകളി മുക്തമായ ഒരു ലോകം, പകിടകളി മുക്തമായ ഒരു ലോകം, വൃത്തികേടുകൾക്ക് മുക്തമായ ഒരു ലോകം, അത് പ്രവാചകന്റെ ഭരണകാലഘട്ടത്തിൽ മാത്രം ഉണ്ടായത്. പിന്നെ ഖിലാഫത്തുർ റാഷിദയുടെ കാലം, ഇസ്ലാമിക ഭരണകൂടം ശരിക്കും നിലക്കുന്നിടത്ത് ഇന്നും ഒരു പരിധിവരെ സൗദിയിലെ രാജകുടുംബം തെറ്റിയതപ്പോ രാജാവിനെ മരണശിക്ഷ വിധിച്ചു സൗദി. അതാണ് ഇസ്ലാം. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഇതൊക്കെ. എല്ലാവരും നിങ്ങൾ നോക്കി, എല്ലാവരും മാറി. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിടത്തേക്ക് എല്ലാവരും വന്നു. ആരൊക്കെ വന്നു? പോപ്പുലർ ഫ്രണ്ട് വന്നു, പല കാര്യങ്ങളിലും സോളിഡാരിറ്റി വന്നു, വെൽഫെയർ പാർട്ടി വന്നു. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരോട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര സേവനം ചെയ്ത ഒരുപാട് ആളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുണ്ട്. അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ നേതാക്കന്മാർ. ജമാഅത്തെ ഇസ്ലാമിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പെരിച്ചായി പോലുമില്ല. മനസ്സിലാക്കിക്കോളി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നത് നമ്മൾ നേടിക്കൊടുത്ത സ്വാതന്ത്ര്യത്തിലാണ്, നമ്മുടെ ഔദാര്യത്തിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ആരൊക്കെ? RSS പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കാദ്യാനികൾ പങ്കെടുത്തിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യ സമരം പാടില്ല എന്ന് പറഞ്ഞു വരാ ജമാഅത്തെ ഇസ്ലാമി. ആ പുസ്തകം ഇപ്പോഴും IPH നിന്ന് വിൽക്കുന്നുണ്ട്. ജനാധിപത്യം, മതേതരത്വം, ദേശീയത്വം, ഒരു താത്വിക വിശകലനം. ആധുനിക മതേതര ജനാധിപത്യം നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞു വരാ. ആ ജനാധിപത്യത്തിന് മാറ്റമുണ്ടായോ? ഏറ്റവും രസം എന്താ? ദേശീയ തലത്തിൽ ഏറ്റവും നല്ല ആളുകൾ കോൺഗ്രസിനുണ്ടായിരുന്ന കാലം, പല പാർട്ടികൾക്കുണ്ടായിരുന്ന കാലം വോട്ട് ചെയ്യൽ ഹറാമായിരുന്നു. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേടെന്നപ്പാണ് വെൽഫെയർ പാർട്ടികളുടെ. അപ്പോൾ അതിന് ന്യായം പറയും, ഞങ്ങൾ സ്വയംല്ലേ മത്സരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാം, മത്സരിച്ചിട്ട് നിങ്ങൾ സ്വയം പാർലമെന്റ് ഉണ്ടാക്കിയ? ഈ നിയമസഭയിലും ഈ ഇന്ത്യൻ പാർലമെന്റിലും ഇവരൊക്കെ ചന്തിട്ട് ഇറങ്ങിയിട്ടല്ലേ നിങ്ങൾ പോണത്? ഈ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ചല്ലേ നിങ്ങൾ വിധിക്കുക? ഒരു പ്രശ്നം വന്ന കോടതി നിങ്ങൾ എന്താ പറഞ്ഞത്? വക്കീൽ പണി താകൂത്തി ഭരണകൂടത്തിന് പാദസേവയാണ്. ഇതിപ്പോ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ ആരാധന നടക്കുന്ന സ്ഥലം ഇത് എന്ന് പറഞ്ഞാൽ അള്ള ഭരിക്കുന്ന സ്ഥലം ഇത്. നിങ്ങളെ വാദമായിരുന്നു. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം തന്നെ. ഏത് റംല ദൈവത്തിന്റെ. നിങ്ങൾ ആലോചിക്കണം, ഗ്യാസ് ഇല്ലാത്ത ഗ്യാസും കുട്ടി എന്തൊക്കെ പറഞ്ഞു. നേരെ മറിച്ച് എന്ന് ഞങ്ങൾ എന്ത് പറഞ്ഞു? പെർഫെക്റ്റ് ആണ് ഏത് കാലത്തും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ തിരിച്ചു വരണം, പ്രവാചകന്റെ ചര്യയിലേക്ക് തിരിച്ചു വരണം. മദ്യപാനം, വ്യഭിചാരം, പലിശ, മൊബൈലിലെ ആക്രമണങ്ങൾ, അച്ഛൻ കൊണ്ടുവച്ച മദ്യം 8 വയസ്സുകാരൻ കഴിച്ച് മരിക്കുന്നു, ദുരന്തമാണ്. ഇരിട്ടിയിൽ കൊണ്ടുപോയി 54ന്റെ മേലെ വയസ്സുള്ള അമ്മയെ മകൻ ഉപേക്ഷിക്കുന്നു. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു. അരാജകത്വങ്ങൾ അരങ്ങു തകർക്കുന്നു. ഹൈന്ദവ കുടുംബത്തിലെ കുലീനയായ പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ ഓടിപ്പോകുന്നു. മുസ്ലിം വനിത RSSകാരന്റെ കൂടെ ഓടിപ്പോകുന്നു. നിരീശ്വരവാദികളുടെ കൂടെ പോകുന്നു. കുടുംബ ശൈഥില്യങ്ങൾ വരുന്നു. അച്ഛനമ്മമാർക്ക് സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അവിടെയൊക്കെ മതം ഇതൊക്കെ തെറ്റാണെന്ന് പഠിപ്പിച്ചു. മതം മനുഷ്യനെ ശരിക്കുള്ള വഴി പഠിപ്പിച്ചു. ലൈംഗികത മാന്യമായിരിക്കണം എന്ന് പറഞ്ഞു. ഉഭയകക്ഷി സമ്മതത്തോടെ എന്തു ആവാ എന്ന യുക്തിവാദികളുടെ വാദവും, പെണ്ണിനെ തൊടാൻ തന്നെ പാടില്ലെന്ന സന്യാസവും മതം എതിർത്തു. പെണ്ണിനെ തൊടാം ഭാര്യയായതിനു ശേഷം. പിതാ രക്ഷിതി കൗമാരെ ഭർത്തോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി. ഭർത്താവിന്റെ സംരക്ഷണത്തിന് കഴിയണം പെണ്ണ്, ഭർത്താവിന്റെ സംരക്ഷണത്തിന് കഴിയണം. അതാ മനുസ്മൃതി പറഞ്ഞ്. തന്നെ കല്യാണം വേണ്ടാന്നല്ല, സന്യാസമാകാന്നല്ല. കല്യാണം കഴിച്ചിട്ടുള്ള സന്യാസം ഇസ്ലാമിലതാണ്. കല്യാണം കഴിക്കുക, ഭക്തനാവാം, ഒരു പ്രശ്നമില്ല, നല്ല മനുഷ്യനാവാം. 1 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ എന്താണ്? പെണ്ണിനെ തൊടുകയും ചെയ്യരുത് എന്നാ ബൈബിളില്. പിന്നെ അവിടെ മനുഷ്യന്മാരുണ്ടാവോ? കന്യകാ കുപ്പായിടാൻ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവോ അവിടെ? കല്യാണം കഴിക്കാൻ ഞാൻ തെങ്ങുമെന്ന് പറ്റി പിരിയോ മനുഷ്യൻ? അവിടെയാണ് ഇസ്ലാം പറഞ്ഞ കല്യാണം കഴിക്കണം, മര്യാദക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം, വ്യഭിചരിക്കരുത്. എത്ര കൃത്യമാണ്! എന്തൊരു കാര്യം ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച് വളരെ കൃത്യതയില്ലേ. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്,
ഇസ്ലാമിനെ പറ്റി ശരിക്കും പഠിക്കണം, ഇസ്ലാമിനെ പറ്റി ശരിക്കും മനസ്സിലാക്കണം. സത്യേത, ധർമ്മേത, ന്യായെന്താ, അന്യായെന്താ എന്നൊക്കെ ക്ലിയറായിട്ട് ശരിക്കും ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. മെയ് 11 തീയതി കോഴിക്കോട് കടപ്പുറത്ത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ലോകത്തിലെ സകല ജനങ്ങൾക്കും മതമെത്തിക്കുന്ന ഒരു മഹാപ്രോഗ്രാം വിഷ്വൽ സംവിധാനങ്ങളോടെ, അതിന്റെ തുടക്കമാണ് മെയ് 11. 2015 ഫെബ്രുവരി ലാസ്റ്റോടുകൂടെ ആ പ്രഖ്യാപിത സമ്മേളനത്തിന് കലാശക്കൊട്ട് കുറിക്കുകയും അടുത്ത പ്രബോധന സംരംഭത്തിന് ഫെബ്രുവരിയിൽ പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്യും. ബീദിനില്ല. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയും, കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനം മറ്റൊരു ടീം സമ്മേളനം വെച്ചു എന്ന് പറയുമ്പോൾ തോൽപ്പിക്കാൻ വെക്കുന്ന സമ്മേളനമല്ല. നമ്മളെപ്പോ പ്രഖ്യാപിച്ചോ അപ്പൊ ചെല്ലു പ്രഖ്യാപിക്കും. ഒരു കഥറേ ഉള്ളൂ, നമ്മളെ തോൽപ്പിക്കുക. അല്ലാണ്ട് അള്ളാഹിന്റെ ദീന് പറയലല്ല, ഇസ്ലാം പറയലല്ല, ഇസ്ലാം എത്തിക്കലല്ല. മത്സരിക്കുക, തക്കാസുറുകൾ ഉണ്ടാക്കുക. കബറിടങ്ങൾ സന്ദർശിക്കുന്നവരെ നിലക്കും, അതിൽ നമുക്ക് മോക്ഷം നേടുക, അള്ളാഹിനെ മാത്രം ആരാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട മുഴുവൻ ചര്യകളും ബുദ്ധിക്ക് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അംഗീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. സ്വഹാബത്തിന്റെ സച്ചരിതങ്ങൾ ഉൾക്കൊള്ളുക, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക, നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ സമ്പൂർണമായ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 208-ാമത്തെ വചനം. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതത്തെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവാചകന്റെ മാതൃക സ്വീകരിക്കുകയും ചെയ്താൽ മോക്ഷം ലഭിക്കും. ലോകത്തുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മാർഗദർശനം, ലോകത്തേറ്റവും തെളിയിക്കപ്പെട്ട മാർഗദർശനം, അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് ലോകത്തെ നോക്കിക്കാണാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ പ്രഭാഷണം തൃക്കരിപ്പൂരിൽ ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് സാഗൂതം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ അവസരവും ആരോഗ്യവും ആയുസ്സും നൽകിയ അളവറ്റ ദയാപരനായ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ ലോകനാഥനെ സ്തുതിച്ചുകൊണ്ട് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.